അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിനെ ഇബാദത്തുകളുമായി ബന്ധപ്പെടുത്തിയതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള പല സംഭവങ്ങളും പരിശുദ്ധ റമദാനിൽ നടന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബദർ യുദ്ധം. അതുപോലെ ദീനുൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ വരികളിൽ ഇന്നും ഭയങ്കര ആവേശത്തിൽ ഓർക്കപ്പെടുന്ന സൈനിക മുന്നേറ്റങ്ങൾ പിന്നീടും ഇതേ മാസത്തിൽ നടന്നിട്ടുണ്ട്. ശരിക്കും ഇസ്ലാമിൻ്റെ ആ കഴിഞ്ഞ കാല ചരിത്രം നമ്മൾ അറിയണം. കാരണം അതിലൊരു ആവേശമുണ്ട്. മുൻഗാമികളുടെ നമ്മൾ ഒരു ഹദ് വെച്ചിട്ട് മാത്രമേ ഇതുവരെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ കേട്ടിട്ടോ പഠിച്ചിട്ടോ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ മുമ്പും ശേഷമുള്ള ആ ഒരു ചരിത്രം അത് പിന്നെ പഠിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അത് അറിയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ള ഷഹാദത്തിൽ നമ്മൾ ഷഹാദത്ത് സഹീഹാവാൻ, അല്ലെങ്കിൽ അതിനൊരു ആത്മാർത്ഥത ഉണ്ടാവാൻ മുഹമ്മദ് ആരെന്ന് അറിയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. പക്ഷെ മുസ്ലിം ഉമ്മത്തിന് അതിനു മുമ്പ് വന്ന ഒന്നുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട 25 നബിമാരുടെയെങ്കിലും താരീഖ് അറിയണം. ഖുർആനിൽ കൂടുതൽ പേര് വന്ന മൂസ, നൂഹ്, ഇബ്രാഹിം അലൈഹിമുസ്സലാത്തു വസ്സലാം, ഇവരെ പറ്റിയൊക്കെ ഒന്നൊരു ജസ്റ്റ് അറിവുണ്ട് എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ആ 25 നബിമാരെ പറ്റിയുള്ള പൂർണ്ണമായ ഒരു ധാരണ മുസ്ലിമുകളിൽ അധികാൾക്കില്ല. ഇത് തന്നെ പള്ളിയുമായി ക്ലാസ്സുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് ഇതും അറിയുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ താരീഖിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏകദേശം ഒരു താരീഖ് അറിയായിരിക്കും. ഏകദേശം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുമ, ഇവരെ പറ്റി അധികവും ആരും പറയലുമില്ല, വായിക്കലോ പഠിക്കലോ ഇല്ല. ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ ചരിത്രം. അത് കഴിഞ്ഞിട്ട് വന്ന ദീനുൽ ഇസ്ലാമിൻ്റെ അതിശക്തമായ മുന്നേറ്റങ്ങൾ നടന്ന രാജ്യം ഭരിച്ച രാജാക്കന്മാരും അവരുടെ സേനാനായകന്മാരും മുസ്ലിം പട്ടാളത്തിലുണ്ടായിരുന്ന പേര് കേട്ട ചില യോദ്ധാക്കളുടെയൊക്കെ താരീഖ്, ആവേശജനകമായ താരീഖുണ്ട് ഇസ്ലാമിൽ. ആർക്കും അറിയില്ല. സ്പെയിൻ കീഴടക്കിയത്, അതേപോലെ തന്നെ അബ്ബാസി അമവിയാക്കളിലുള്ള മുഅ്തസിമിന്റെ കാലത്ത് നടന്ന നസാറാക്കൾക്കെതിരെയുള്ള യുദ്ധം, അവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങനെ വന്നാൽ സുബ്ഹാനല്ലാഹ്, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. പ്രസിദ്ധമായ പല യുദ്ധങ്ങളും മുസ്ലിം ഉമ്മത്ത് ജയിച്ചത് ഈ മാസത്തിലായിരുന്നു, റമദാൻ. അപ്പൊ അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് ബദർ യുദ്ധം. അവന് നമ്മളെല്ലാ വർഷവും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിനെ കൊണ്ട് എല്ലാവർക്കും അതറിയാം. സലഫികളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം അറിയാനായിട്ട് ഇത് പറയും, കേൾക്കും. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം ബദർ മൗലിദിന്റെ ദിവസങ്ങളാണ്, നേർച്ചന്റെ ദിവസങ്ങളാണ്, അതിന് വേണ്ടിയിട്ടത് പറയുകയും കേൾക്കുകയും ചെയ്യും. പക്ഷെ അതിനപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തന്ന ഖുർആനിൽ ഒരു ആയത്തുണ്ട്. എന്തിനാണ് ഈ ചരിത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ, എന്തിനാണ് ഈ ഖിസ്സകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? ലിനുസ്തബ്ബിത ബിഹി ഫുആദക, നിങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഈമാനികമായ ഒരു ഖുവത്ത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദീനിനോടുള്ള താല്പര്യവും ഒരാവേശവും കൂറും അവരെ പോലെ നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് നിങ്ങൾ ആശിച്ച് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു ഖിസ്സ പറഞ്ഞിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതിനുവേണ്ടി തന്നെ നമുക്ക് കഥകൾ പറഞ്ഞു തന്നത്. ബദർ യുദ്ധത്തിലും
മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈമാനികമായ ഒരുപാട് പാഠങ്ങളുണ്ട്. പാഠങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു മദ്രസയാണ് ശരിക്കും പറഞ്ഞാൽ ബദർ യുദ്ധം. വെറും ഒരു യുദ്ധമല്ല. അല്ലെങ്കിലേ അള്ളാഹു ബദർ യുദ്ധത്തിൽ ലക്ഷ്യമാക്കിയത് യുദ്ധമല്ല. അതാ 300 ചില്ലാനം ആളുകൾക്കുള്ള പരീക്ഷയാണ്. ഖിയാമത്ത് നാൾ വരെയുള്ളവർക്കുള്ള മദ്രസയാണ്. അതാ ശരിക്കും പറഞ്ഞ ബദർ യുദ്ധം. ഈ തരത്തിൽ ചിന്തിക്കാത്തവർക്ക് എന്താണ് ഇപ്പോഴത്തെ ലക്ഷ്യം നിന്നാലുള്ളൊരു ചാൻസ് വേണം. ആ മൂലാർക്കെന്ന് പറഞ്ഞ പോലെ ഒരു മൗലവി ഒരു ക്ലിപ്പ് കാണാം, ഇപ്പോഴും ഓതി വരുന്നുണ്ട് ആ ക്ലിപ്പ്. ബദർ മൗലിദ് എന്തിനാണ്? ബദർ യുദ്ധം ഉണ്ടായ എന്തിനാണ്? നമുക്ക് മൗലിദ് വയ്ക്കാൻ, നമുക്ക് ബിരിയാണി വയ്ക്കാൻ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതിനുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ബദർ യുദ്ധം നമുക്കൊരു മദ്രസയാണ്. നമുക്ക് ഈമാൻ പഠിക്കാൻ, നമുക്ക് ദീനിനോടൊരു കൂറ് വരാനുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു അടക്കിയിട്ട് നമുക്ക് തന്ന ഒരു മദ്രസയാണ് ബദർ യുദ്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയത് തന്നെയാണ് അതിന്റെ തുടക്കം, ഹിജ്റ. ഹിജ്റയെ പറ്റി ഇന്ന് മുസ്ലിമീങ്ങൾ ചിന്തിക്കലേ ഇല്ല. നമുക്ക് ദീനനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ദീനനുസരിച്ച് ജീവിക്കാതിരിക്കാനുള്ള സബബല്ല. മനസ്സിലാക്കണേ. ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം, നാട്, നമ്മൾ താമസിക്കുന്ന സ്ഥലം, അവിടുത്തെ ചുറ്റുപാട് നമുക്ക് അനുകൂലമല്ല എന്നത് അത് ഒഴിവാക്കാനുള്ള സബബല്ല. അതാണ് ഹിജ്റ. അങ്ങനെ സാധിക്കാതെ വന്നാൽ എവിടെയാണോ നിങ്ങൾക്ക് സാധിക്കുക അവിടെ പോയിക്കൊള്ളണം. അതാ ഇസ്ലാമിന്റെ കൽപ്പന. അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ആദർശത്തിൽ, ദീനില് ശക്തമായ ഭാഷയിലാണ് അള്ളാഹു സൂറത്തുൽ അൻഫാലിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ചില ആളുകൾ ബദർ യുദ്ധ സമയത്ത് മക്കയിൽ ഈമാനിനെ ഒളിപ്പിച്ച, പരസ്യമാക്കാൻ പേടിച്ച ചില ആളുകൾ, പക്ഷെ ഖുറൈശികളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവർക്ക് യുദ്ധത്തിന് പോവേണ്ടി വന്നു. മുസ്ലിമീങ്ങൾക്കെതിരെ. ഉള്ളിലോ അവർ മുസ്ലിമുമാണ്. ഇതാർക്കും അറിയില്ല. മുസ്ലിം പട്ടാളക്കാർക്കും അറിയില്ല. ബദർ യുദ്ധത്തിൽ അവർ കൊല്ലപ്പെട്ടു. 70 പേരിൽ ഈ പറയപ്പെട്ട ചില ആൾക്കാരുണ്ട്. അള്ളാഹു പറയാണ്, അങ്ങനെ മലക്കുകൾ അവരെ സമീപിക്കുന്നു. ഈ മയ്യത്തായി കിടക്കുന്ന, ഉള്ളിൽ ഈമാൻ മറച്ചു വെച്ച, പുറമെ ഇസ്ലാമിനെ പ്രകടിപ്പിക്കാത്ത ഇവരെടുത്ത് മലക്ക് വരുന്നു. മലക്കുകൾ ചോദിക്കുന്നവരോട്, നിങ്ങളെങ്ങനെ ഈ കൂട്ടത്തിൽ പെട്ടത്? നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ? നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും അംഗീകരിച്ച, വിശ്വസിച്ച ആൾക്കാരല്ലേ? പിന്നെങ്ങനെയാ ബദറിൽ നിങ്ങൾ കുഫാറുകളുടെ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടത്? അവർ പറഞ്ഞു, നമ്മൾ ബലഹീനരായിരുന്നു. നമുക്ക് ഇസ്ലാമിനെ പുറത്തു പറയാൻ അവിടെ ഒരു ധൈര്യമുള്ള സാഹചര്യം ഉണ്ടായിട്ട മക്കത്ത്. അത് പ്രകടമാക്കിയാലോ അവർ നമ്മളെ പിടിച്ച് കൊന്നുകളയും. അത് പേടിച്ചിട്ട് നമ്മൾ ഒളിപ്പിച്ചു വെച്ചു. ഇത് കേട്ടപ്പോ മലക്കുകൾ പറഞ്ഞു, അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ തുഹാജിറു ഫീഹാ. അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നോ? അല്ലാഹു അതിനുശേഷം അല്ലാഹു പറഞ്ഞത് അറിയോ? അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ ചെയ്യാത്തവർക്ക് നരകത്തിന്റെ വേദനയുള്ള ശിക്ഷയുണ്ട്. ഇവരെ അള്ളാഹു കബൂലാക്കിയില്ല, ഇവരെ അള്ളാഹു സ്വീകരിച്ചില്ല. എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? ഇസ്ലാമിനെ ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു കാലം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. മദീനത്തേക്കുള്ള ഹിജ്റയോടുകൂടി അത് ഖലാസ്. ഇനി അങ്ങനെ ഒളിപ്പിച്ചിരിക്കുന്ന പരിപാടിയില്ല. അപ്പൊ സാഹചര്യം അനുകൂലമല്ലെങ്കിൽ കൂടും വീടും വിറ്റ് പറക്കി എവിടെയാണോ സാധിക്കുക അങ്ങോട്ട് പോകൽ മുസ്ലിമിന് വാജിബാണ്. പക്ഷെ സ്വത്ത് ഉദ്ദേശിച്ച് മറ്റു കാര്യങ്ങൾ ലക്ഷ്യമാക്കി വിട്ടുപോകാൻ കഴിയില്ലല്ലോ. അതിനുവേണ്ടി അവിടെ തന്നെ പിടിച്ചു നിന്നിട്ട് അഥവാ ദീൻ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ സാഹചര്യം അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കാരണമേ അല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളും മക്കത്ത് നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് ശരിക്കും പറഞ്ഞാൽ ദീനും കൊണ്ടുള്ള ഒരു ഓട്ടമായിരുന്നു. നഷ്ടപ്പെട്ടതോ ദുനിയ മുഴുവൻ. അവരുണ്ടാക്കി വെച്ചത് മുഴുവൻ നഷ്ടമായി. പക്ഷെ അവർ പരിഗണിച്ചില്ല. കാരണം അവർക്ക് വിഷയം ദീനാണ്.
മദീനത്തെത്തി മക്കത്ത് നിന്ന് ഹിജ്റ ചെയ്തു പോയ മുഹാജിറുകൾ പാപ്പരം മരണ അവസ്ഥയിൽ ഒരു ജന്മം കൊണ്ട് അവരുണ്ടാക്കി വെച്ച അവരുടെ സ്വത്ത് സമ്പാദ്യങ്ങളും മുഴുവൻ മക്കക്കാർ കൊള്ളയടിച്ചു. അവരുടെ വീട്, അവരുടെ തോട്ടങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സാമഗ്രികൾ, അവരുടെ പൈസ എല്ലാം പോയി. വെറും പാപ്പര. മദീനത്തുള്ള അൻസാറുകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന മുഹാജിരിങ്ങൾക്ക് ചങ്ങാതി ആക്കി കൊടുത്ത ആളുകളുടെ കനിവില്, അവരുടെ ഔദാര്യത്തിന് അവർ മദീനത്ത് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കരകയറി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായും പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർക്ക്, ഗോത്ര നേതാക്കന്മാർക്ക് ചാരന്മാരുണ്ടാവും. ഇന്നുണ്ട്, എല്ലാ രാജ്യങ്ങൾക്കും CID കളുണ്ട്. അത് പണ്ടേ ഉള്ള ഒരു സമ്പ്രദായമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സമയത്ത് വിവരം കിട്ടി അബൂ സുഫിയാന്റെ ആ കച്ചവട യാത്രയെ സംബന്ധിച്ച്. കച്ചവട യാത്ര എന്തുകൊണ്ട് ആ സമയത്ത് ആ യാത്ര ചർച്ചയ്ക്ക് വന്നെന്നറിയോ? ഇവര് മുഹാജിരികൾ മക്കക്കാരാണ്. മക്കക്കാർക്ക് വർഷത്തില് 2 കച്ചവട യാത്രയാണ് പ്രധാനമായും. ഇലാഫി ഖുറൈശ് ഇലാഫിഹിം റിഹ്ലത അശ്ശിതാഇ വസ്സൈഫ്. ചൂടുകാലത്തൊരു യാത്ര, തണുപ്പ് കാലത്ത് ഒരു യാത്ര. ഈ 2 കച്ചവടമാണ് മെയിൻ അവരുടെ ബിസിനസ്. അത് അങ്ങനത്തെ യാത്രയായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഞാൻ സൗകര്യപ്പെടുത്തി തന്നു എന്നാണ് സൂറത്ത് ഖുറൈശിൽ അല്ലാഹു പറയുന്നത്. ഈ 2 യാത്രകൾ, ചൂടത്തും തണുപ്പത്തുള്ള യാത്ര, ഇത് അവര് ആ യാത്ര പോകേണ്ടുന്ന ടൈമാണെന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയാം. മക്കക്കാരനാണ്. അതുകൊണ്ട് അത് അന്വേഷിക്കാനുള്ള ചാരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചിട്ടുണ്ട്. കൃത്യമായി വിവരം കിട്ടി. അബൂ സുഫിയാൻ സിറിയയിൽ നിന്ന് കച്ചവട യാത്രയും കഴിഞ്ഞ് മടങ്ങി വരുന്നുണ്ട്. അബൂ സുഫിയാൻ ആ യാത്രക്ക് പോകുന്നതിന് മുമ്പ് മക്കത്തുള്ള എല്ലാ വീട്ടിലും കയറി എല്ലാവരോടും കച്ചവടത്തിന്റെ വിഹിതം വാങ്ങിയിട്ടാ പോകുന്നത്. കാരണം ഈ പറയപ്പെട്ട മുസ്ലിമീങ്ങളെ ആ നാട്ടിൽ നിന്ന് ഓടിച്ചപ്പം അവർ വിട്ടേച്ച് പോയ സ്വത്ത് മുഴുവൻ മക്കക്കാർ കൈക്കലാക്കിയിട്ടുണ്ട്. എല്ലാ വീട്ടിലും എന്തുണ്ട്? പൈസ ഉണ്ട്. അപ്പൊ എല്ലാ വീട്ടിൽ നിന്നും പൈസ വാങ്ങി അബൂ സുഫിയാൻ സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്നു. മക്കക്കാര് തിരിച്ചു വരവ് കാത്തിക്കാണ് എല്ലാവരും. കാരണം എല്ലാവർക്കും ലാഭം കിട്ടാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം. വലിയ കച്ചവട സംഘമായിരിക്കും. ചാരന്മാര് കൃത്യമായി വിവരം കൊടുത്തു അബൂ സുഫിയാൻ വരുന്നുണ്ട്. അപ്പൊ അവരുടെ യാത്രാ റൂട്ട് ഇന്നത്തെ പോലെ അല്ലല്ലോ. അന്ന് മരുഭൂമിയാണ്, മലയിടുക്കാണ്. അതായത് നാട്ടുകാർക്ക് ഒരു 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 റൂട്ട് ഉണ്ടാവും, വേറെ വഴി, കുടുക്ക് വഴികൾ അറിയുന്ന ആൾക്കാർ ചുരുക്കമായിരിക്കും. പൊതുവെ കച്ചവടമൊക്കെ യാത്ര ചെയ്യുന്ന ആ റൂട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം. വിവരം റസൂലുള്ളാഹി തങ്ങൾക്ക് കിട്ടിയപ്പം അതീവ രഹസ്യമായി അനസ് റളിയല്ലാഹു പറയാൻ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ന് ചെറിയ കുട്ടിയാണ്. മദീനത്ത് വന്ന ഉടനെ 10 വയസ്സിന്റെ താഴെയുള്ള കുട്ടിയാണ്. തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ രഹസ്യമാക്കി വളരെ പ്രധാനപ്പെട്ട സഹാബത്തിനോട് ഈ വിഷയം പറഞ്ഞു. ഞാനത് ആ കൂടാരത്തിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അനസ് കുഞ്ഞായതുകൊണ്ട് എന്താക്കിയില്ല, റസൂലുള്ളാഹി തങ്ങൾ മെയിൻഡാക്കിയില്ല, ഒരാരും കേൾക്കാത്ത. കാരണം മദീനയിൽ എല്ലാവരും മുഅ്മിനീങ്ങളല്ല, മുനാഫിഖീങ്ങളുണ്ട്, ജൂതന്മാരുണ്ട്. അപ്പൊ ഇവിടെ അബൂ സുഫിയാന്റെ യാത്രയെപ്പറ്റി ചർച്ച നടക്കുന്നുണ്ടെന്നുള്ള വിവരം ഏതെങ്കിലും മുനാഫിക്ക് കേട്ടാ മതി, ജൂതൻ കേട്ടാ മതി, എന്തായാലും അവര് മക്കത്തെത്തിക്കും. അതീവ രഹസ്യമായി വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകാര്യം ചെയ്തു. ചാരന്മാരെ വിട്ടു ഒന്ന് അന്വേഷിച്ചു വരാൻ, ഏകദേശം എവിടെ എത്തിയിട്ടുണ്ടാവും, എവിടെ നിന്ന് നമുക്ക് പിടിക്കാൻ പറ്റും. ചാരന്മാര് പോയി കൃത്യമായിട്ടുള്ളൊരു ധാരണ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് പുറപ്പെടും, എത്രയും വേഗം. കാരണം താമസിക്കും തോറും ന്യൂസ് ലീക്കാവും. ലീക്കായാൽ പിന്നെ ഈ പരിപാടി നടക്കൂല. ഒരു വമ്പിച്ച കച്ചവട സംഘമാണ് തിരിച്ചു വരുന്നത് എന്നാണ് ചാരന്മാർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മളുടെ സ്വത്തിന്റെ വിഹിതം ആ കച്ചവടത്തിലുണ്ട്, നമുക്കും കൂടി അവകാശപ്പെട്ടതാണ്. അബൂ സുഫിയാന്റെ സംഘത്തെ തടഞ്ഞേ പറ്റുള്ളൂ. അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഏകദേശം താരീഖിന്റെ കിതാബുകളിൽ ഓർമ്മ ശരിയാണെങ്കിൽ
50,000-ഓളം സ്വർണ്ണ നാണയം അടങ്ങിയ കച്ചവട സംഘം. 50,000 ദിനാർ സ്വർണ്ണ നാണയം. എത്ര പൈസ? സ്വർണ്ണ നാണയം ഇന്ന് ദിനാറിന് പിന്നെ കുവൈറ്റ് ദിനാർ എത്രയുണ്ട്? 240, 50,000 സ്വർണ്ണ നാണയം അടങ്ങിയ 1000-ഓളം ഒട്ടകങ്ങൾ അടങ്ങിയ ഒരു വമ്പിച്ച കച്ചവട സംഘമാണെന്നുള്ള വിവരം ചാരന്മാർ കൊടുത്തു. റസൂലുള്ളാഹി പറഞ്ഞു എത്രയും പെട്ടെന്ന് പോകണം, താമസിച്ചാൽ വിവരം ലീക്കാവും, പിന്നെ നമുക്ക് പിടുത്തം കിട്ടൂല. ചില സഹാബാക്കൾ പറഞ്ഞു നമ്മളുടെ ഒട്ടകങ്ങൾ മേക്കാൻ വിട്ടിട്ടുണ്ട്, പോയിട്ടൊന്ന് കൂട്ടിയിട്ട് വരട്ടെ. നോ, നിങ്ങൾ വരണ്ട, അത്രയും സമയമില്ല. അങ്ങനെ ഉള്ളവരെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പെട്ടെന്ന് മദീനത്ത് നിന്നിറങ്ങി. ഏകദേശം 300 ചില്ലാനം ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. 313 താരീഖിലുണ്ട്, 314 ഉണ്ട്, 317 ഉണ്ട്, പിന്നെ 320 ഇടയിലുണ്ട്, അല്ലാഹു ആലം. പക്ഷെ എന്നാലും 300 സംതിങ്. ആ കണക്കിനൊരു പ്രത്യേകതയുണ്ട്. ബർക്കത്തൊന്നുമില്ല കേട്ടോ, നേരത്തെ പറയാം. 313 എഴുതി വെച്ചിട്ട് ബർക്കത്തിട്ടാണെന്നില്ല. ആ കണക്ക് ചരിത്രത്തിൽ മറ്റൊന്ന് രണ്ട് സ്ഥലങ്ങളിലും ആ കണക്ക് വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, അമ്പിയാക്കൾ എത്രയാ ഉള്ളത്? 1,00,000-ലധികം അമ്പിയാക്കളുണ്ട്. അപ്പൊ ആ സഹാബി ചോദിച്ചു, മുർസലീങ്ങളോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 300 ചില്ലാനം മുർസലീങ്ങളുണ്ട്, റസൂലുകൾ. ഇതേ കണക്ക് ഖുർആനിൽ വേറെ ഒരു ഭാഗത്ത് വരുന്നു. വേറെ ഒരു സൈനിക നീക്കത്തിന്റെ കഥയുണ്ട് സൂറത്തുൽ ബഖറയിൽ. ഏതാ പറയാൻ പറ്റുമോ? അയ്യോ, മാഷാ അല്ലാഹ്. താലൂത്തിന്റെയും ജാലൂത്തിന്റെയും സംഭവം. ദാവൂദ് നബി അലൈഹിസ്സലാം ഏത് സൈന്യത്തിന്റെ സേനാധിപനായിരുന്നോ ആ സൈന്യത്തിന്റെ എണ്ണവും 300 ചില്ലാനായിരുന്നു. അതെങ്ങനെ മനസ്സിലായി എന്നറിയോ? ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ചില സഹാബാക്കളോട് പിന്നീട് സഹാബാക്കളെ മക്കൾ ചോദിച്ചു, അന്ന് ബദർ യുദ്ധത്തിൽ പോയപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, താലൂത്തിന്റെ സംഘത്തിന്റെ എണ്ണത്തിൽ ഉണ്ടായിരുന്നു. വഖതല ദാവൂദ് ജാലൂത എന്ന് പറയുന്നുണ്ടല്ലോ. താലൂത്ത് രാജാവിന്റെ കാലത്ത് ദാവൂദ് ജാലൂത്തിനെ കൊന്ന് പിന്നെയാണ് അധികാരം ദാവൂദ് നബിക്ക് കിട്ടുന്നത്. അപ്പൊ അന്ന് അത്രയും ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതും 300 ചില്ലാനം ആളുകളാണ്. അങ്ങനെ ഒരു കണക്കുണ്ട് എന്ന് മാത്രം. അതിന് അടുത്തൊരു വർക്കത്തുണ്ടെന്നല്ലേ, അല്ലെങ്കിലേ ഞാൻ ഖുറാഫിയാണ്. ഇനിയിപ്പോ ഇതും കൂടി പറഞ്ഞ് ഡബിൾ ഖുറാഫി ആക്കിക്കല്ലേ എന്നെ. വല്ല വർക്കത്തൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ചരിത്രപരമായി ഇസ്ലാമിലെ ആ ഒരു ചരിത്രങ്ങളിൽ ഈ 300 ചില്ലാനം കണക്ക് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ശീലമുണ്ട്. അത് യുദ്ധതന്ത്രമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ തന്ത്രമാണ്. മദീനത്ത് നിന്ന് യാത്രക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ഇറങ്ങുന്നതിന്റെ നേർ എതിർ ദിശയിലേക്കായിരിക്കും ആളുകളെ പറ്റിക്കാൻ. ഇല്ലെങ്കിൽ മുനാഫിക്കുകൾ നോക്കി നിൽക്കുകയാണ്, എന്താ ചെയ്യുന്നത്. ജൂതന്മാരാണെങ്കിൽ കാത്തു നിൽക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ. അപ്പൊ ഇവര് ഏകദേശം ബദറിന്റെ ഭാഗത്തു കൂടി ആയിരിക്കും അബൂ സുഫിയാന്റെ കച്ചവട സംഘം പോവുക. റസൂലുള്ളാഹിക്ക് റൂട്ട് അറിയാം. പക്ഷെ അങ്ങോട്ട് പോകുമ്പം ഇത് ചർച്ചയാവും. എന്തിനാ പോയത്? ലീക്കാവും. നേരെ എതിർ ദിശയിലേക്ക് ഒരുപാട് നേരം സഞ്ചരിച്ച് പിന്നെന്തെയും ആൾക്കാരെ ശ്രദ്ധ മാറിയെന്ന് കാണുമ്പോൾ തിരിച്ച് യൂട്ടേൺ എടുത്തിട്ട് വരും. അതാണ് യാത്രയുടെ അന്നത്തെ റസൂലുള്ളാഹി തങ്ങളുടെ രീതി. അത് തന്ത്രമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ പോയി. അങ്ങനെ കുറെ ദൂരം ചെന്നിട്ടാണ് കൂടെ ആരൊക്കെയാ വന്നത് എന്ന് നോക്കുന്നത്. മദീനത്തൊന്നും നോക്കിയില്ല. നോക്കുമ്പോൾ ആരൊക്കെ ഉണ്ടെന്നറിയോ? 14 വയസ്സ് തികയാത്ത കുട്ടികൾ വരെയുണ്ട് സംഘത്തിൽ. അവരുടെ ധൈര്യം എങ്ങനെയായിരുന്നു? സഹാബാക്കളുടെ മക്കളുടെ. ഉമർ ഫാറൂഖിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമറൊക്കെ ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ റസൂലുള്ളാഹി തങ്ങൾ അന്നേരം എന്ത് ചെയ്തു? തിരിച്ചയച്ചു. നിങ്ങൾ മക്കത്തേക്ക് പോയിക്കോളും, ശരിയാവില്ല. തിരിച്ചയച്ചതിന് ശേഷമുള്ള എണ്ണമാണ് ഈ പറഞ്ഞ 314 അല്ലെങ്കിൽ 317 ആളുകൾ. അതിലവരുടെ കൂടെ ഉള്ളതിൽ 2 കുതിരക്കാരാണ്. ഒന്ന് സുബൈർ ബിൻ അൽ അവാം റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് മിഖ്ദാദ് ബിൻ അൽ അസ്വദ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റളിയല്ലാഹു അൻഹുമ. ഈ 2 കുതിരപ്പട്ടാളക്കാർ, 70 ഒട്ടകങ്ങൾ. ആളോ 314.
ബാക്കിയുള്ള ആൾക്കാർ നടത്തണം. ഇന്ന് മക്കത്തുനിന്ന് അല്ലെങ്കിൽ മദീനത്തുനിന്ന് ബദറിലേക്ക് 110, 120 സ്പീഡിൽ ഓടുന്ന ബസ്സിലോ കാറിലോ 1.5 മണിക്കൂർ 2 മണിക്കൂർ യാത്രയാണ്. ആ കിലോമീറ്ററുകളാണ് അന്ന് അവർ ഈ സഹാബാക്കൾ നടന്നിട്ട് എത്തിയത്. ഏകദേശം 3-4 ദിവസം നടന്നിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു ഒട്ടകത്തെ 3 ആളുകൾക്ക് വീതം നിശ്ചയിച്ചു കൊടുത്തു. 70 ഒട്ടകം ഉള്ളത്, അതിനെ ഒരാൾക്ക് ഒരു ഒട്ടകത്തിന് 3 ആക്കി വീതം സമയം കൊടുത്തു. ആദ്യം കുറച്ച് ആൾക്കാർ നടക്കും, ഒരാൾ ഒട്ടകത്തുമ്പോൾ പോകും, ബാക്കി 2 ആളും താഴെ നടക്കും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത ആൾ കയറും, മറ്റാൾ താഴെ ഇറങ്ങും. അങ്ങനെ മാറി കയറിയിട്ട് വേണം എത്താൻ. കണക്ക് വെച്ച് നോക്കിയാൽ ഏകദേശം ഒരാളൊരു 100 കിലോമീറ്ററെങ്കിലും നടന്നിട്ടുണ്ടാവും. 100 കിലോമീറ്റർ. എന്തിനാ ഇത്? നമുക്കിതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഇഷ്ടം, നമ്മളെ താല്പര്യം. നമുക്കിതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാവല്ലേ? അപ്പൊ സ്വാഭാവികമായും നേതാവിന് ഒരു വാഹനമാവാമല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനത്തെ നേതാവല്ല. അള്ളാഹുവിന്റെ റസൂലിനും വാഹനമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അലി ഇബ്നു അബി ത്വാലിബും അബൂ ലുബാബയും റളിയല്ലാഹു അൻഹുമാ, പിന്നെ റസൂലുള്ളാഹി തങ്ങൾ, ഇവർക്ക് 3 ആൾക്കും ഒരൊട്ടകം. ബദറിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും? 55 വയസ്സ്. 55 വയസ്സ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇർകബ് നംശി അൻക്, നിങ്ങൾ ഒട്ടകത്തുമ്മ കയറിക്കോളി, നമ്മൾ നടന്നോളാം. സ്വാഭാവികം, അവർക്ക് റസൂലുള്ളാഹി നടത്തിയിട്ട് ഒട്ടകത്തുമ്മ കയറി ഇരിക്കാൻ പറ്റുമോ? നമ്മൾ 2 ആളും നടക്കും, നിങ്ങൾ ഒട്ടകത്തുമ്മ കയറിക്കോളി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഒരു മറുപടി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു, മാ അൻതുമാ ബിഅഖ്വാ മിന്നി, നിങ്ങൾ 2 ആളും എന്നെക്കാളും പവറുള്ള ആളല്ല. അലീനന്ന് 20 വയസ്സിന്റെ താഴെയുള്ളൂ, അബൂ ലുബാബക്കും അതേ പ്രായമേ. ഇത് 55 വയസ്സുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാ പറയുന്നത്, നിങ്ങൾ 2 ആളും എന്നെക്കാളും ശക്തിയുള്ള ആളല്ല, നിങ്ങളെക്കാളെല്ലാം പവർ എനിക്കുണ്ട്. വമാ അന അഗ്നാ മിൻകുമാ ബിൽ അജ്ർ, അതേപോലെ കൂലി അത് നിങ്ങൾക്ക് മാത്രം പോരല്ലോ, എനിക്കും കിട്ടണ്ടേ. നിങ്ങൾ നടന്നിട്ട് കുറെ കൂലി എടുക്കാം, ഞാൻ ഒട്ടകത്തുമ്പോൾ ഇരുന്നിട്ട് കൂലി കുറക്കുക, അത് നടക്കൂല. എനിക്കും കൂലി വേണം. അതായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവർ സമ്മതിച്ചു. അങ്ങനെ തന്നെ അവർ പോയി. കുറച്ച് റസൂലുള്ളാഹി പോയി, പിന്നെ അലി കയറും, പിന്നെ അബൂ ലുബാബ കയറും. ഇവിടുന്ന് ആലോചിക്കേണ്ട കാര്യം, താരീഖിന്റെ ഉലമാക്കൾ സൈഡിൽ എഴുതിയെന്താ അറിയോ? ഈ 100 കിലോമീറ്ററൊക്കെ നടന്ന് യാത്ര ചെയ്യുമ്പം അവരുടെ ശാരീരിക ഫിറ്റ്നസ് ഇല്ലേ, അതെന്തായിരിക്കും? സഹാബാക്കളുടെ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ശാരീരികമായിട്ട് അവർ ആരോഗ്യം സംരക്ഷിച്ചിരുന്നു. ആയുധകലയിൽ, ദ്വന്ദ്വയുദ്ധത്തിൽ, ഗുസ്തിയിൽ, അതിലൊക്കെ പേരുകെട്ട ആൾക്കാരായിരുന്നു സഹാബാൻ. ഉമർ റളിയല്ലാഹു അൻഹു ഒക്കാമ ചന്തയിലെ മെയിൻ ഗുസ്തിക്കാരൻ ഉമർ ഫാറൂഖാണ്, മെയിൻ ഗുസ്തിക്കാരൻ. ഏത് രാജ്യത്ത് നിന്ന് ഏത് അടിമ, പിന്നെ മല്ലന്മാരായ അടിമകൾ വരും, എല്ലാവരും അടിച്ചു തോപ്പിക്കും. അവസാനം ഉമർ വന്നിട്ട് അവരെ, അതുകൊണ്ട് തന്നെ ഉമറിനൊരു പേരുണ്ട് മക്കത്ത്. എല്ലാവർക്കും ഒരു പേടിയുണ്ട്. പേരുണ്ടല്ലോ, കരാട്ടക്കാരൻ എല്ലാവർക്കും പേടിയായിരിക്കില്ല. നാട്ടിൽ അറിയപ്പെട്ട കരാട്ടക്കാരനാണെങ്കിൽ ഫിറ്റ്നസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും 55-ാമത്തെ വയസ്സിലും 100 കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിക്കാൻ ആവതുള്ള ശാരീരിക പ്രകൃതിക്കാരനായിരുന്നു. നമ്മൾ 50 വയസ്സ് നമുക്ക് കസേരമേ നിസ്കാരം അല്ലേ? ഇപ്പൊ 50 ആവണ്ട, 40 ആകുമ്പോ ഏകദേശം കസേരമേലായി. അവർ നടന്നു ബദറിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിക്ക് വെച്ച് 2 ചാരന്മാരെ അയച്ചു, അബൂ സുഫിയാന്റെ സംഘം എവിടെ എത്തി, എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കാൻ. ഒരു അന്ത്യമാണല്ലോ, എങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. ഈ 2 സഹാബാക്കള് ചെന്ന് ഒരു കുന്നിന്റെ മുകളിൽ കയറി കുറേ നേരം കാത്തുന്നു. ഒരു അടയാളം, ഒരു ലക്ഷണവും കാണുന്നില്ല.
പെട്ടെന്നുണ്ട് പിന്നെ ഒരു കിണറിൻ്റെ അടുത്തുനിന്ന് 2 പെണ്ണുങ്ങൾ വെള്ളം കോരാൻ വേണ്ടിയിട്ട് വരുന്നു. ഈ ബദറിന് ബദർ എന്നുള്ള പേര് കിട്ടിയതിന്റെ കാരണം എന്താണെന്നറിയോ? ബദറില് ഒരു കിണറുണ്ട്. ബദർ എന്ന് പേരുള്ള ഒരാളാണ് ആ കിണർ കുഴിച്ചത്. അതുകൊണ്ടാണ് ആ നാടിന് ആ കിണറിന് ബദർ എന്ന് പേര് വന്നു. ആ കിണറിന്റെ പേരാണ് ആ നാടിന് പിന്നീട് ബദർ എന്ന പേരായി മാറിയത്. എന്തുകൊണ്ടാണ് ഈ യാത്രക്കാർ ഈ റൂട്ട് തിരഞ്ഞെടുക്കുന്നത്? ഈ കിണറിലുകൊണ്ടാണ്. കാരണം മരുഭൂമിയാണ്, പാറക്കെട്ടാണ്, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അപ്പൊ ആ കിണർ വെള്ളം സൗകര്യം നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് തമ്പടിക്കുന്നത്. അതുകൊണ്ട് അബൂ സുഫിയാൻ ഈ വഴിക്ക് വരുന്ന റസൂലുള്ളാഹിക്ക് ഉറപ്പുള്ളത്. ആ കിണറിന്റെ അടുത്താണ് ഈ 2 പെണ്ണുങ്ങൾ വെള്ളം കോരാൻ വന്നിട്ടുള്ളത്. അവർ 2 ആൾക്കാർ എന്തോ സംസാരിക്കുന്നുണ്ട്. ഈ സഹാബാക്കൾ പെട്ടെന്ന് ഇറങ്ങിച്ചെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി പോകുമ്പോലെ പോയിട്ട് ഇവരെ വർത്താനം ശ്രദ്ധിച്ചു. അപ്പൊ ഇവരെന്താ പറയുന്നറിയോ? ഒരു പെണ്ണ് പറയാണ് മറ്റേ പെണ്ണോട്, ഞാൻ നിനക്ക് കുറച്ച് പൈസ കണക്ക് വീട്ടാനില്ലേ? നീ എപ്പാ വീട്ടുക? അപ്പൊ ഇവള് പറയുന്നു, അറബികളുടെ കച്ചവട സംഘം ഏകദേശം എത്താറായിട്ടുണ്ട്. അവർ വന്ന ഇവിടെ തമ്പടിക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഞാൻ ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കലോ ഒട്ടകത്തിന് തീറ്റ കൊടുക്കലോ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് കാശ് കിട്ടും. അപ്പൊ ഞാൻ നിന്റെ കടം വീട്ടാം. ഇതാണ് സഹാബാക്കൾ കേൾക്കുന്നത്. ഉറപ്പായി അബൂ സുഫിയാൻ ഈ വഴിക്ക് വരുന്നുണ്ട്. കാരണം ഗ്രാമവാസികളുടെ ചർച്ചയാണിത്, ബന്ധുക്കളുടെ പിന്നെ മരുഭൂവാസികളുടെ. ഇവരോടിച്ചെന്ന് റസൂലുള്ളാഹി ഇങ്ങനെ വർത്താനം നമ്മൾ കേട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പിച്ചു അബൂ സുഫിയാൻ മിക്കവാറും എത്തും. പക്ഷെ അവിടെ വേറെ അള്ളാഹുവിൻ്റെ ഓരോ തർത്തീബുകളാണ്. ഇതൊന്നും യാദൃശ്ചികമല്ല. ഈ 2 സഹാബാക്കളും ഈ പെണ്ണുങ്ങളടുത്ത് നിന്ന് വിവരം കിട്ടി പോയ ഉടനെ ഒരു 10 മിനിറ്റ് അവിടെ നിന്നിരുന്നെങ്കിൽ മറുഭാഗത്തു നിന്ന് വരുന്ന ഒരു വ്യക്തിയെ അവർക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ആരാ വന്നെന്നറിയോ? സാക്ഷാൽ അബൂ സുഫിയാൻ. ഈ കാരവൻ ഈ കച്ചവട സംഘത്തെ ഒരു സ്ഥലത്ത് നിർത്തി വഴി സുരക്ഷിതമാണോ എന്ന് നോക്കാൻ വേണ്ടി ആള് വരിക. കച്ചവടക്കാരനാണ് അബൂ സുഫിയാൻ, കൂർമ്മ ബുദ്ധിക്കാരനാണ്. വേറെ ആരെയും വിടാതെ സ്വന്തം വഴി ക്ലിയറാൻ നോക്കാൻ വേണ്ടിട്ട് വരികയാണ്. വന്നെത്തിയത് ഈ കിണറിന്റെ അടുത്താണ്. ഈ 2 പെണ്ണുങ്ങളെടുത്ത് കുറച്ച് സമയം ഈ 2 സഹാബാക്കളും ഇവിടെ നിന്നിരുന്നെങ്കിൽ അബൂ സുഫിയാനെ കാണാമായിരുന്നു. പക്ഷെ അവര് പോയി. അബൂ സുഫിയാൻ വന്നിട്ട് ആ കിണറിന്റെ അടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ഗോത്രക്കാരല്ലാത്ത ഈ നാട്ടുകാരല്ലാത്ത ആരെങ്കിലും ഈ അടുത്തെപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പണ്ട് കാലത്തെ ആൾക്കാരുടെ മൈൻഡില്ലേ, നമ്മളതെല്ലാം പോയി, ഇക്കാലത്തുള്ളതെല്ലാം പോയി. എല്ലാം മൊബൈലിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കൂടിയിട്ട് അങ്ങ് മരവിച്ചു പോയി. അന്നത്തെ അങ്ങനെയല്ല, കുശാഗ്ര ബുദ്ധിക്കാരാണ്. കാരണം സംവിധാനം വേറൊന്നുമില്ല, നമ്മൾ തന്നെ സംവിധാനം ഉണ്ടാക്കണം. ഇന്നിപ്പോൾ റഡാറുകളുണ്ട്, 300 മീറ്റർ അപ്പുറത്തുള്ള ഇപ്പൊ ക്യാമറ ഇല്ല, ക്യാമറ എത്ര മീറ്റർ അപ്പുറത്തുള്ള ക്യാമറ പിടിക്കും. അങ്ങനത്തെ അന്നൊന്നുമില്ലല്ലോ. അന്ന് സ്വന്തം അറിഞ്ഞും കേട്ടും ചിന്തിച്ചും ബുദ്ധി കൊടുത്തും ചെയ്യണം. അബൂ സുഫിയാന്റെ ചോദ്യം ഇങ്ങനെയാണ്, പരിചയമില്ലാത്ത ആരെങ്കിലും ഈ ഭാഗത്തെല്ലാം കണ്ടതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഒരു വയസ്സനായ ആള് പറഞ്ഞു, ആ കുന്നിന്റെ മുകളിൽ 2 ആൾക്കാർ കുറേ നേരമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഗ്രാമവാസികൾ ശ്രദ്ധിക്കുമല്ലോ. ആ കുന്നിന്റെ മുകളിലുണ്ടായി 2 ആൾക്കാർ. അവർ വന്ന് വെള്ളം കുടിച്ചിട്ട് പോയി. അബൂ സുഫിയാൻ കുന്നിന്റെ മുകളിൽ കയറി. അവർ തമ്പടിച്ച സ്ഥലം പരിശോധിക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചാണകമുണ്ട് അവിടെ. അബൂ സുഫിയാൻ ഒട്ടകത്തിന്റെ ചാണകം എടുത്തിട്ടൊന്ന് നോക്കുമ്പോൾ ഈത്തപ്പഴത്തിന്റെ കുരു. മക്കത്ത് എന്തില്ല? മക്കത്ത് ഈത്തപ്പഴമില്ല. ഇപ്പോൾ ഉണ്ട്, അന്നില്ല. അന്ന് പാറക്കെട്ടല്ല, അവിടെ ഈത്തപ്പഴം. ഈത്തപ്പഴം എവിടെയുള്ളത്? മദീനത്താണ്. അബൂ സുഫിയാൻ പറഞ്ഞു, ഇത് മദീനത്തുള്ള ഒട്ടകം തന്നെയാണ്. മുഹമ്മദും സംഘവും മിക്കവാറും വഴിയിലെവിടെയോ തമ്പടിച്ചിട്ടുണ്ട്. അബൂ സുഫിയാൻ ഉറപ്പായി. അങ്ങനത്തെ ബുദ്ധിയുള്ള മനുഷ്യന്മാരായിരുന്നു അന്ന്. അബൂ സുഫിയാൻ നേരെ ചെന്നു, വേറെ റൂട്ട് പിടിച്ചു. ചെങ്കടലിന്റെ തീരത്ത് ജിദ്ദ വഴി മക്കത്തേക്ക് പോകാനുള്ള ഏർപ്പാടുണ്ടാക്കി. ദംദം കേട്ടില്ലേ? ദംദം എന്ന് പറയുന്ന ഒരു കൂടെ ഉണ്ടായിരുന്ന 40 പേരേ ഉള്ളൂ അബൂ സുഫിയാന്റെ കൂടെ. അന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ കിട്ടിയിരുന്നുവെങ്കിൽ മിനിറ്റ് വെച്ചിട്ട് തീർത്തിട്ട് പോകും എടുത്തിട്ട്.
പക്ഷെ അള്ളാന്റെ തർത്തീബ് വേറെ, നമ്മളെ തർത്തീബല്ലല്ലോ അള്ളാന്റെ തർത്തീബ്. ദന്തം എന്ന് പറയുന്ന പട്ടാളക്കാരനെ വിളിച്ചിട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, പെട്ടെന്ന് മക്കത്തേക്ക് പോകണം, മുഹമ്മദും സംഘവും നമ്മളെ എതിരിടാൻ വരുന്നുണ്ട്, പിന്നെ കച്ചവട സംഘത്തെ പിടിക്കാൻ വരുന്നുണ്ട്, സഹായം വേണം, വിവരം ചെന്നിട്ട് വേ അറിയിക്കണം. ഈ ചെങ്ങൈ എന്താക്കുന്നറിയോ? ഒട്ടകത്തിന്റെ മൂക്ക് മുറിച്ച് ചോര ഒലിപ്പിച്ച് കുപ്പായെല്ലാം കീറി ശരീരത്തിലൊക്കെ ആ ചോരെടുത്ത് തേച്ച് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് മക്കത്തേക്ക് പോകുന്നത്. അതിനു മുമ്പ് വേറൊരു സംഭവമുണ്ട്. കഥ പറഞ്ഞ സമയം പോകുന്നറിയില്ല. ഈ അബൂ സുഫിയാന്റെ പട്ടാളക്കാരൻ മക്കത്തെത്തുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് അബ്ദുൽ മുത്തലിബിന്റെ മോള് ആത്തിക്ക, അവര് മുസ്ലിമായോ ഇല്ലെന്നുള്ള കാര്യത്തിൽ ഉലമാക്കൾക്ക് ഇഖ്തിലാഫുണ്ട്. സുലൈഹി തങ്ങളുടെ ബാപ്പയുടെ സഹോദരിമാരിൽ ആരാണ് മുസ്ലിമായിട്ടുള്ളത്? സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് പക്ക മുസ്ലിമാണ്. ആരുടെ ഉമ്മ? അബ്ദുല്ലാഹിബിൻ സുബൈറിന്റെ ഉമ്മ, സുബൈർ ഉപ്പ അബ്ദുല്ലാഹിബിൻ സുബൈർ, വീരശൂര പരാക്രമിയായ ഇബ്നു സുബൈർ. അദ്ദേഹമാണ് ആ യുദ്ധത്തിൽ എന്താണെന്നല്ല അവരുടെ എല്ലാം നമ്മളെല്ലാം എവിടെ കിടക്കുന്നതെന്നറിയും. ഇബ്നു സുബൈറിനെ ശത്രുക്കൾ പീസാക്കി കയ്യും കാലും മൂക്കും കണ്ണും എല്ലാം ചെത്തിയിട്ട് തൂക്കി. സഫിയ പോയിട്ട് കണ്ടിട്ട് ചോദിച്ചു മോനോട്, മോനെ ഇനിയും ദുനിയാവ് തന്നെ തൂങ്ങിക്കിടക്കണോ, സ്വർഗത്തിലേക്ക് പോകാൻ നേരായില്ലേ? അങ്ങനത്തെ ഉമ്മമാരാണ് അന്നുണ്ടായ ഉമ്മമാര്. ഈ സഹോദരി ഈ റസൂലുള്ളാഹിന്റെ ഈ അമ്മായി ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എന്താണെന്നറിയോ? ഏതോ ഒരാള് പെട്ടെന്ന് മക്കത്തേക്ക് ഒരു ഒട്ടകപ്പുറത്ത് വന്നിട്ട് വിളിച്ചു പറയാണ്, ഏ ചതിയന്മാരെ, അങ്ങനെ വിളിക്കുന്ന സ്വപ്നം കാണാണ്. ഏ ചതിയന്മാരെ, 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു ആപത്ത് സംഭവിക്കാൻ പോകുന്നു. ആൾക്കാരെല്ലാം ഓടിക്കൂടി. ഇയാളിങ്ങനെ ഒട്ടകത്തെ പായിച്ച് കാബന്റെ മുമ്പിലേക്ക് വന്നു. എല്ലാവരും ഇവന്റെ വേക്കിലുണ്ട്. ഇയാൾ കാബന്റെ മുകളിൽ കയറി നിന്നിട്ട് പറഞ്ഞു, ഏ ചതിയന്മാരെ, 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയൊരു വിപത്ത് വരാൻ പോകുന്നു. 3-4 ദിവസം ഈ സ്വപ്നം ആവർത്തിച്ച് കണ്ടു. അതിനോടൊപ്പം മലമുകളിൽ നിന്നൊരു പാറക്കല്ല് ഉരുണ്ട് വീണ്, അത് ഈ വന്നാൾ തട്ടിയിട്ടതാണ്, അതിങ്ങനെ പൊട്ടി ചീളായി മക്കത്തുള്ള എല്ലാ വീടിന്റെ മുകളിലും പോയിട്ട് പതിക്കുന്നു. ഇതാണ് സ്വപ്നം. ആതിക്കാക്ക് ഇത് കണ്ടപ്പോൾ ഒരു പേടിയായി. അവര് സഹോദരൻ അബ്ബാസിനെ വിളിച്ചു, റളിയല്ലാഹു അൻഹു. ഇത് പറഞ്ഞൊരു രഹസ്യം ആരോടും പറയണ്ട, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഞാൻ സ്വപ്നം 3-4 ദിവസമായിട്ട് കാണുന്നു, എന്തെങ്കിലും ആപത്തായിട്ടും വരുമോ? ഇത് അബ്ബാസ് ഖാന്റെ മനസ്സിൽ ഇത് കുടുങ്ങിപ്പോയി ഈ സ്വപ്നം കണ്ടപ്പോൾ. ഏതാ ഈ കുടുംബം? ഹാഷിം കുടുംബമാണ്. നല്ല പക്ക നല്ല കുടുംബം. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എന്താ? ശിർക്ക് ചെയ്തു പോയി, അതല്ല പ്രശ്നം. അബ്ബാസ് റളിയല്ലാഹു അൻഹു തൻ്റെ ഒറ്റ ചങ്ങാതിയുമായിട്ട് ഇത് പങ്കുവെച്ചു. കാരണം അദ്ദേഹത്തോട് സംസാരിക്കുന്ന ആൾക്കാരെല്ലാം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് എന്ന് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടല്ലോ, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് കാണുമല്ലോ. അപ്പൊ ഈ ചങ്ങാതി ചോദിച്ച് പറയിപ്പിച്ചു, രഹസ്യം പറഞ്ഞുപോയി. അത് പിന്നെ ലീക്കായി അബൂജഹലിന്റെ കാതിൽ. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വന്നിങ്ങനെ തവാഫ് ചെയ്ത് കൊടുക്കുമ്പം അബൂജഹൽ അപ്പുറത്ത് പോയി നിന്നു. തവാഫ് എപ്പം? ജാഹിലിയ്യത്തിലുള്ള തവാഫ് അവർ ചെയ്യുന്നത്. അബൂജഹൽ പറഞ്ഞു, അബ്ബാസ് തവാഫ് കഴിഞ്ഞിട്ട് ഞാൻ കാണും, ഒരു വിഷയം പറയാനുണ്ട്. തവാഫ് കഴിഞ്ഞ് അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ കാണാം. അബൂജഹൽ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ പെണ്ണുങ്ങൾക്കും ഈ പെണ്ണുങ്ങളും നബിമാരായിട്ട് വരാൻ തുടങ്ങിയോ? ഒരുത്ത നബിയാന്ന് വന്നിട്ട് പോയി, കളിയാക്കാണ്, പരിഹസിക്കാണ്. നിങ്ങളെ ഹാഷിം കുടുംബത്തിൽ നിന്ന് ഒരാണ് നബിയാന്ന് പറഞ്ഞിട്ട് പോയി, പെണ്ണുങ്ങൾക്കും നുബുവത്ത് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടോ? നിന്റെ പെങ്ങളെന്തോ സ്വപ്നം കണ്ടെന്ന് പറയുന്ന കേട്ടല്ലോ. അബ്ബാസ് തന്നെ മനസ്സിലായി സംഭവം ലീക്കായി. ഒന്നും മുണ്ടിട്ട അബൂജഹല് ഒരുപാട് കളിയാക്കി പരിഹസിച്ചു. അബ്ബാസ് ഒന്നും മുണ്ടാതെ പോയി. ആപത്ത് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. സംഭവം മനസ്സിലായില്ലേ? കണക്ഷൻ കിട്ടും. ആ വാർത്തയും കൊണ്ട് വരുന്നുണ്ട്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസമായി. 3-ാം ദിവസം രാവിലെ ഹാഷിം കുടുംബത്തിലെ പെണ്ണുങ്ങളെല്ലാം കൂടി അബ്ബാസ് റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞു, നിങ്ങളെന്ത് മനുഷ്യനാ, നിങ്ങളൊരാണാണോ? അബൂജഹൽ ഇങ്ങനെ നമ്മളെ കളിയാക്കിയിട്ട് ഇതാക്കിയിട്ട് നിങ്ങളൊന്നും തിരിച്ചു പറയാണ്ട് വന്നല്ലോ.
അബ്ബാസ് പറഞ്ഞു, ഇല്ലല്ല ഞാൻ പോവും, ഞാൻ ഇന്ന് പോകുന്നുണ്ട്, അബൂജഹലിനെ കാണുന്നുണ്ട്, 2 വർത്താനം പറയണം. അങ്ങനെ ആ നീയത്തിലാണ് 3-ാം ദിവസം രാവിലെ അബ്ബാസ് റളിയല്ലാഹു അൻഹു കാബന്റെ അടുത്തേക്ക് വരുന്നത്. അബൂജഹലിനെ നോക്കി. അബൂജഹൽ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ മുഖം കൊടുക്കാണ്ട് തിരിച്ച് നടന്നുപോയി. എന്താ, ഇന്നലെ വരെ എന്നെ കളിയാക്കിയ ആൾ ഇന്ന് എന്നെ കാണുമ്പോൾ മിണ്ടാണ്ട് പോകുന്നു. അന്വേഷിച്ചപ്പോഴേക്കും രാവിലെ ആരെത്തിയിട്ടുണ്ട്? അബൂ സുഫിയാൻ വിട്ട ആള് മക്കത്തെത്തിയിട്ടുണ്ട്. അയാൾ ഈ പറഞ്ഞ കോലത്തിൽ ചോരയിൽ ഒലിപ്പിച്ച് വന്നിട്ട് പറയാണ്, യാ ഗൗസ്, യാ ഗൗസ്, സഹായം സഹായം, മുഹമ്മദും ആളുകളും ഇതാ നമ്മുടെ അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ ആക്രമിച്ചു, കീഴടക്കി, കൊള്ളയടിച്ചു. ഒന്നും നടന്നില്ല, അങ്ങനെ പറയുന്നു വന്നിട്ട്. ഇത് അബൂജഹൽ കേട്ടിട്ടുണ്ട്. ആത്തിക്ക കണ്ട സ്വപ്നം ഇതാണെന്ന് അബൂജഹലിന് മനസ്സിലായി. ആ ആപത്തിന്റെ വിവരം ദംദം വന്നിട്ട് പറഞ്ഞു. അപ്പോഴാണ് ഇവിടെ നിന്ന് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നത്. ഇതൊന്നും അല്ലാഹുവിന്റെ റസൂൽ അറിയുന്നില്ല. എന്ത്? അബൂ സുഫിയാൻ അവിടെ വന്നു, ഒട്ടകച്ചാണകത്തിൽ നിന്ന് മദീനക്കാർ വന്ന് വിവരം അറിഞ്ഞു. കച്ചവട സംഘം വേറെ വഴിക്ക് പോയി. ദംദമിനെ മക്കത്തേക്ക് പട്ടാളത്തിനെ കൂട്ടാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. ഇതൊന്നും ആരറിയുന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നില്ല. CM ആണെങ്കിലോ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്തൊരു വിരോധാഭാസമാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഒന്നും അറിയില്ല, തപ്പ് ചവർന്നെല്ലാം എല്ലാം അറിയാം. റസൂലുള്ളാഹി കച്ചവട സംഘത്തെ കാത്തു നിൽക്കാണ്. ഈ 2 ആൾക്കാർ വന്ന് ഈ പൊമ്പിളുടെ വർത്താനം പറഞ്ഞ് കേട്ടപ്പോൾ ഉറപ്പിച്ച് ബദലിലേക്ക് വരാൻ തീരുമാനിച്ച് ബദലിലേക്ക് വരികയാണ് റസൂലുള്ളാഹി തങ്ങളും ഈ പറഞ്ഞ പട്ടാളക്കാർ. അബൂ സുഫിയാനോ കച്ചവട സംഘത്തെയും കൂട്ടിയിട്ട് വേറെ വഴിക്ക് പോയി കഴിഞ്ഞു. ഇവിടുന്നോ മക്കത്തെന്ത് സംഭവിക്കുന്നത്? ദംദം എന്ന് പറഞ്ഞ റിപ്പോർട്ട് പ്രകാരം അബൂജഹല് പട്ടാളക്കാരെ തയ്യാറാക്കുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ അറിയൂല. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. ഗൈബ് അല്ലാഹുക്ക് മാത്രമേ അറിയുള്ളൂ. ഇതൊന്നും അറിയാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവട സംഘത്തെയും കാത്തിട്ട് നിൽക്കുകയാണ് ബദറിൽ. അബൂ സുഫിയാൻ, അബൂജഹല് തീരെ പിടിച്ചിട്ടായി റസൂലുള്ളാഹി തങ്ങൾ കച്ചവട സംഘത്തെ കൊള്ളടിക്കാൻ പോകുന്നുള്ള. കാരണം നമ്മൾ ഇവിടുന്ന് ആട്ടി ഓടിച്ചൊരു ടീം നമ്മളെ എതിരിടാൻ മാത്രം വളർന്നുപോയോ? അത് സമ്മതിച്ചോളല്ലോ. അവന്റെ അഹങ്കാരം പുറത്തേക്ക് വന്ന അബൂജഹലിന്റെ. മക്കത്തുള്ള, കാരണം എല്ലാ വീട്ടിൽ നിന്ന് അബൂ സുഫിയാൻ പൈസ വാങ്ങിയിട്ടുണ്ട്. കച്ചവടത്തിന്റെ ലാഭം എല്ലാ വീട്ടിലും കിട്ടാനുണ്ട്. അതുകൊണ്ട് എല്ലാ വീട്ടിൽ നിന്നും ഓരോരുത്തരായിട്ട് യുദ്ധത്തിന് പങ്കെടുത്തോളണം. പങ്കെടുക്കാത്തവർ പകരം ആള് വിട്ടോളണം അബൂജഹൽ പ്രഖ്യാപിച്ചു. അബൂജഹൽ വലിയ നേതാവാണ്. താരീഖിൽ അയാളെ എതിരിട്ട് സംസാരിക്കാനോ അയാളുടെ മുഖത്തേക്കൊന്ന് ദേഷ്യത്തോടെ നോക്കാനോ ധൈര്യമുള്ള ഒരാളും അന്ന് മക്കത്തുണ്ടായിട്ട ഈ മുസ്ലിമീങ്ങളല്ലാതെ. അത്ര വലിയ നേതാവായിരുന്നു, കമാൻഡിങ് പവറുള്ള നേതാവായിരുന്നു അബൂജഹൽ. റെഡിയായി. ഏകദേശം എല്ലാവരും 3-4 ആൾക്കാർ യുദ്ധത്തിന് പോവാതെ മടിച്ചു നിന്നു. അതിലൊന്ന് അബൂ ലഹബ്, റസൂലുള്ളാഹിന്റെ മുത്താപ്പ, തബ്ബത്ത് യദാ അബീ ലഹബിന്റെ ആള്. അദ്ദേഹം പോകാത്തതിന്റെ കാരണം താരീഖിന്റെ ഉലമാക്കൾ പലതും പറയുന്നു. പക്ഷെ ഒന്ന് പറഞ്ഞത് ഹാഷിം കുടുംബക്കാരനല്ലേ. അപ്പൊ അങ്ങനെ എന്തോ ഒരു മമത ആ സമയത്ത് മൂപ്പര മനസ്സിൽ വന്നു. എന്തിനാ ഇപ്പൊ എൻ്റെ മോനോട്, അനിയൻ്റെ മോനല്ലേ ഇത്, എന്തിനാ യുദ്ധത്തിന് പോകുന്നു? ഞാനില്ല. അതിനൊരു ചാൻസും കൂടി കിട്ടി. 4000 ദിർഹംസ് ഒരു അറബി, ഒരു ഖുറൈശി കടം വീട്ടാറുണ്ട് അബൂ ലഹബിന്. അബൂ ലഹബ് പോയിട്ട് പറഞ്ഞു, പൈസ ഒന്നും വേണ്ട, എനിക്ക് പകരം നീ യുദ്ധത്തിന് പോയിക്കോ. അങ്ങനെ വിട്ട് അവര് പോവും. അവര് യോദ്ധാക്കളല്ലേ. ഇവര് യുദ്ധം എന്ന് പറയുമ്പോൾ ഇവരെന്താ മനസ്സിൽ കാണുന്നറിയോ? മെരിക്കലല്ല. ഇവര് കാണുന്ന യുദ്ധം ചെയ്ത് ജയിച്ച് അവിടെ നിന്ന് കിട്ടുന്ന ഗനീമത്തായി ഇവരെ മനസ്സിലുണ്ടാവുക, യുദ്ധ സ്വത്ത്. നമ്മളല്ല പെട്ടെന്ന് മെരിക്കുന്ന ആലോചിക്കല്, പേടിത്തൂറികള്. നമ്മൾ ഭീനുക്കള്. അറബികൾ അങ്ങനെയല്ല, യോദ്ധാക്കളാണ് അവര്. വളരുന്നതേ യോദ്ധാക്കളായിട്ടാണ്, ധൈര്യശാലികളാണ് അവര്. അയാൾ വേറെ റെഡിയായി, പൈസ കൊടുക്കണ്ടല്ല, മാത്രമല്ല പോയാൽ കിട്ടും ചെയ്യും, റെഡി. അങ്ങനെ അബൂ ലഹബ് പോയില്ല. വേറെ ഒരാൾ പോവാതിരുന്നത് ഉമയ്യത്ത് ബിൻ ഖലഫ്. ആരുടെ മുതലാളി? ബിലാൽ റളിയല്ലാഹുവിന്റെ മുതലാളി. അതിന് കാരണം എന്താ അറിയോ? മൂപ്പർ ഭയങ്കര തടിയും വണ്ണവും ഉണ്ട്, രാജാനുബാഹുവായ മനുഷ്യനാണ്. യുദ്ധമൊന്നും ചെയ്യാൻ കഴിയില്ല, പോയാൽ മരിക്കുന്നുള്ള ഉറപ്പന്നെ. പക്ഷെ അതിനൊക്കെ അള്ളാഹു അവിടെ എത്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം അള്ളാഹ്ക്ക് പകരം വീട്ടാനുണ്ട് ഇവിടെ. തൗഹീദിനെതിരെ പ്രവർത്തിച്ചവരെയും തൗഹീദിന്റെ പ്രവർത്തകർക്കെതിരെ പ്രവർത്തിച്ചവർക്കുമെതിരെയുള്ള നടപടികൾ ബദറിൽ വരാൻ പോവാണ്. അതിന് വരെല്ലാം എത്തിക്കാനുണ്ട്. ഉമയ്യത്ത് ബിൻ ഖലഫും പോയില്ല. അതിന് അബൂജഹൽ വിവരം അറിഞ്ഞു, ഉമയ്യത്ത് പോകുന്നില്ല.
അബൂജഹൽ എന്താ ആക്കിയെന്നറിയോ? അന്ന് പെണ്ണുങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ബഖൂറുണ്ട്, സുഗന്ധം. അതൊരു കവറിലാക്കി പൊതിഞ്ഞിട്ട് ഒരാളെടുത്ത് കൊടുത്തു വിട്ടു ഉമയ്യത്തിൻ്റെ അടുത്തേക്ക്, ഇത് പോയിട്ട് കൊടുക്കുന്നു. ഉമയ്യത്ത് ദാറുൽ ആൾക്കാരെ മുമ്പിലേക്ക് ഇരിക്കുമ്പോൾ ഈ ചങ്ങായി വന്നിട്ട് ഇതെടുത്തോ, നിങ്ങൾക്കേ ഇത് ചേരുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അത് ഭയങ്കര ഒരു നാണക്കേടായി മുപ്പർക്ക്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പേടിയുള്ള പെണ്ണുങ്ങളെ പോലെ വീട്ടിലിരിക്കുന്ന ടീം എന്ന് പറയാം, കളിയാക്കാനായി കൊടുത്തയച്ചത്. അഭിമാനത്തിന് ക്ഷതം വന്നപ്പോൾ ഉമയ്യത്തിന് പിടിച്ചില്ല. ഉമയ്യത്ത് പറഞ്ഞു, ഞാൻ കാണിച്ചുതരാം, ബദറിൽ ഞാൻ എന്താ ചെയ്യാന്നുണ്ട് കാണിച്ചു തരാൻ തയ്യാറായി. അത് മതി, അതേ അബൂജഹൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ മൂപ്പരും പോയി. പക്ഷേ അബൂജഹൽ ഉദ്ദേശിച്ചാൽ തന്നെ, പക്ഷെ അള്ളാഹ്ക്ക് വേറെ തർത്തീവുണ്ട്. ഉമയ്യത്തിനെ അതിൻ്റെ ഉള്ളിൽ എത്തിക്കണം. ആ പ്രിയപ്പെട്ട ബിലാലിനെ കൊണ്ട് ഉമയ്യത്തിൻ്റെ കഥ കഴിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അവനോട് എത്തണ്ടേ? എത്തിയിരിക്കും. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് ഇവനും പുറപ്പെട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ശത്രുക്കൾ ലൈസു സവാഅൻ, ഖുർആൻ പറഞ്ഞില്ലേ, എല്ലാവരും ഒരേപോലത്തെ ശത്രുക്കളല്ല, വ്യത്യസ്തരാണ്. നല്ല കടുപ്പം കൂടിയ വിഷം കൂടിയ ടീമുണ്ട് അബൂജഹലിനെ പോലെ. അതിൽപ്പെട്ടതാണ് ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്. പിന്നെ കുറച്ച് മമതയുള്ള ശത്രുക്കളുണ്ട്. കാരണം അവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആദർശമൊന്നുമല്ല, കുടുംബം, തറവാട്, ഐക്യം അതെല്ലാം തകർക്കപ്പെട്ടല്ലോ. ആ വിയോജിപ്പിന് മാറിയുന്ന ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് ഭയങ്കരമായ വെറുപ്പ് മനസ്സിൽ അല്ലാഹുവിന്റെ റസൂലിനോട് വെച്ച് നിൽക്കുന്ന ആളാണ്. ഇവനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിന്റെ മുറ്റത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് തലയിലിട്ട മനുഷ്യൻ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്. ചീഞ്ഞളിഞ്ഞ ഒട്ടകം പണ്ടേ കേൾക്കുന്ന കഥയുണ്ടല്ലോ, അതിൻ്റെ ഭാരം കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ തല പൊക്കാൻ പറ്റാണ്ട് കുറേ നേരം സുജൂദിൽ കിടന്നു. പിന്നെ ആരാ എടുത്ത് മാറ്റിയെന്നറിയോ? ഫാത്തിമ, 5 വയസ്സാ മൂക്ക്. മോള് വന്നിട്ട് ആ പൈതലിൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാറ്റി തല പൊക്കി റസൂലുള്ളാഹി തങ്ങൾ ഉടനെ തന്നെ കൈ പൊക്കി. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അള്ളാഹുവേ നീ ഖുറൈശികളെ കൈകാര്യം ചെയ്യണേ. അത്ര വേദന എടുത്തു, അത്ര സഹിച്ചു. നീ ഖുറൈശികളെ കൈകാര്യം ചെയ്യണേ. 5 പേരെടുത്തു പറഞ്ഞു: അബൂജഹൽ, ഉത്ബ, ഷൈബ, ഉബയ്യ് ഇബ്നു ഖലഫ്, ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്. ഈ 5 എണ്ണം ബദറിൽ തീരുകയും ചെയ്തു. റസൂലുള്ളാഹിന്റെ ദുആ അല്ല, അല്ലാഹു തള്ളിക്കളയില്ലല്ലോ. ഒരു ദിവസം ഈ ഉഖബ റസൂലുള്ളാഹി തങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഭക്ഷണം നീ മുസ്ലിം ആവാണ്ട് ദീനിലേക്ക് വരാണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു, എന്നാൽ ഓക്കെ, ഞാൻ ദീനിലേക്ക് വന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അള്ളാഹ്ക്ക് സന്തോഷമായി. വേഗം പോയി ഭക്ഷണമെല്ലാം കഴിച്ച് റാഹത്തായിട്ട് മടങ്ങി വന്നു. അത് നാട്ടിൽ പരന്നു. ഉഖബ മുസ്ലിമായി, മുഹമ്മദിന് ഭക്ഷണമെല്ലാം കൊടുത്ത്. ഈ ഉഖബിൻ്റെ ഒരു ചങ്ങായി ഉണ്ട്, ഉബയ്യ് ഇബ്നു ഖലഫ്. ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട കാറ്റ് വിഷം കൂടിയ ശത്രുവാണ്. ഉബയ്യ് കേട്ടപ്പം നേരെ ഉഖബനെ കാണാൻ പോയി. നീ മുസ്ലിമായ? അവൻ പറഞ്ഞു, അത് മുഹമ്മദിന് ഭക്ഷണം തീറ്റിക്കണമെന്ന് എനിക്കൊരു വാശിയായിരുന്നു, അതിങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഞാൻ തീറ്റിച്ചു. ഉബയ്യ് പറഞ്ഞു, എനിക്കത് ഉറപ്പാകണമെങ്കിൽ നീ മുഹമ്മദിനെ ആളുകളുടെ മുന്നിൽ ചെന്ന് തെറി വിളിക്കണം, നീ മുഹമ്മദിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പണം, എന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ. ഉഖബ എഴുന്നേറ്റു. കഅബാലയത്തിൻ്റെ മുറ്റത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്. ഇവൻ വന്ന് വളരെ മോശമായ ഭാഷയിൽ തെറി വിളിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ മനസ്സിൽ ഇവനാരാ? ഇന്നലെ മുസ്ലിമാണ്, അവൻ്റെ പുറക്കുന്ന ഭക്ഷണം കഴിച്ച് വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി അന്തം വിട്ടു, എന്താ ഇയാൾ ഈ പറയുന്നു? ആൾക്കാരെ ഫുള്ള് നോക്കുന്നു, ഭയങ്കര തെറി. അവസാനം കാർക്കിച്ച് മുഖത്തേക്ക് തുപ്പിയിട്ട് ഇവനങ്ങ് പോയി. റസൂലുള്ളാഹി തങ്ങൾ കുറേ നേരം ആടിയിരുന്നു, ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി പെരക്കിക്ക്. ഭയങ്കര വിഷമായി. അല്ലാഹു ആയത്തിറക്കി, വയൗമ യഅദ്ദു الظാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ الرസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അത് ഇവൻ്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. നാളെ ചില ആളുകൾ വരും, കൈകടിച്ചിട്ട് പറയും, ആ റസൂലിൻ്റെ വഴിയെ തന്നെ പോയാൽ മതിയായിരുന്നു, ഈ ചങ്ങാതിയാക്കാതിരുന്നാൽ മതിയായിരുന്നു. കാരണം ഇവർ ചെയ്ത ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ചങ്ങായിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഉഖബ, മക്കൻ്റെ വെളിയിൽ വെച്ച് നിന്നെ ഞാൻ കാണേണ്ടി വന്നാൽ, മക്കൾക്ക് പുറത്ത് വെച്ച് ഞാൻ നിന്നെ കാണേണ്ടി വന്നാൽ ഞാൻ നിന്നെ കൊല്ലുക തന്നെ ചെയ്യും. പറഞ്ഞു പോയി. ബദറിലേക്കാണ് യുദ്ധത്തിന് പോകേണ്ടത്. ഉഖബക്ക് പേടിയായി. പിന്നെ ആ ഡയലോഗ് വന്ന് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞതാണ്, മിക്കവാറും എൻ്റെ കഥ കഴിയും. അതുകൊണ്ട് മൂപ്പര് കഴിവിൻ്റെ പരമാവധി പോവാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അബൂജഹലും ബാക്കിയുള്ളവരും കളിയാക്കിയും പരിഹസിച്ചും ജോഷ് കൂട്ടിയും ഓനെ സൈന്യത്തിൽ ചേർത്തു. അല്ല, അള്ളാഹു ചേർത്തു. കാരണം അള്ളാഹുവിൻ്റെ റസൂലിന് ആ പകരം വീട്ടാണ്ടത്ര ബദറിൽ. ഉത്ബയും ആദ്യം പോകുന്നെല്ലാം തീരുമാനിച്ചു. ഉത്ബ വിഷം കുറഞ്ഞ ശത്രുവാണ്. ഉത്ബന്റെ വിഷയം എന്താ അറിയോ? ഉത്ബത്ത് ബിൻ അബീ റബീഅ, കുടുംബം, തറവാട്, ഗോത്രം, അമിതമായ ഗോത്ര സ്നേഹത്തിനാണ് പ്രശ്നം. ഈ ബദർ യുദ്ധം കഴിവിന്റെ പരമാവധി ഒഴിവാക്കാൻ ഉത്ബ നോക്കിയിട്ടുണ്ട്. പല തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ. ഈ ഉത്ബന്റെ തോട്ടത്തിലാണ് ത്വായിഫിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്തിരി കൊണ്ടേ കൊടുത്ത്. സംഭവം അറിയാലോ, അത് ഈ ഉത്ബയാണ്. റസൂലുള്ളാഹിന്റെ അവസ്ഥ കണ്ടിട്ട് മനസ്സലിഞ്ഞിട്ടാണ് അദാസിന്റെ കൈമല് മുന്തിരി കൊടുത്തയക്കുന്നത്. പക്ഷേ ഷൈബ, സഹോദരൻ ഷൈബ വിഷം കൂടിയ സ്ഥാനമാണ്. ഷൈബ പറഞ്ഞു ഉത്ബനോട്, പോവാണ്ടെന്നാ ശരിയാവൂല, നാട്ടുകാർക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണം, ഇല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നാട്ടുകാർ നമ്മളെ ഉണ്ടാവൂല, പിന്നെ ബുദ്ധികേട് കാണിക്കണ്ട, എന്തായാലും വന്നേ പറ്റുള്ളൂ. ഉത്ബനെയും കൂട്ടി. ബദറിൽ ഫസ്റ്റ് കൊല്ലപ്പെട്ടത് ഈ ഉത്ബയാണ്. ദ്വന്ദ്വ യുദ്ധത്തിൽ മുബാറസയിൽ ആദ്യം കൊല്ലപ്പെട്ട ഉത്ബയാണ്. അങ്ങനെ ചില ആൾക്കാർ പോണ്ടാന്ന് തീരുമാനിച്ചു. പക്ഷേ ആവശ്യമുള്ളവരൊക്കെ അള്ളാഹു എന്ത് ചെയ്തു? കാരണങ്ങൾ ഉണ്ടാക്കി പട്ടാളത്തിലാക്കി. അബൂജഹല് 1000-ഓളം വരുന്ന സൈനികരെ സംഘടിപ്പിച്ചു. സർവ്വസന്നാഹമുള്ള, ഇരുമ്പിൻ്റെ പടച്ചട്ടയുള്ള, ഇരുമ്പിൻ്റെ തൊപ്പിയുള്ള 700-ഓളം കുതിരപ്പട്ടാളക്കാരുണ്ട് കൂട്ടത്തിൽ. യുദ്ധത്തിൽ കുതിരപ്പട്ടാളത്തിനല്ലേ ശക്തി കൂടുതൽ. താഴെ വെട്ടാൻ കഴിയില്ലല്ലോ, ഇവന് താഴോട്ട് ശരിക്കും വെട്ടും ചെയ്യാം. 700-ഓളം കുതിരപ്പട്ടാളക്കാരുണ്ട്. ഇഷ്ടം പോലെ കുടിക്കാൻ കള്ളിൻ്റെ വീപ്പകൾ, അറുക്കാൻ ഒട്ടകങ്ങൾ, യോദ്ധാക്കൾക്ക് ആവേശം കൂട്ടാൻ നർത്തകികളായ പെൺകുട്ടികൾ, ഇതിനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോഴത്തെ ആരെയാ റസൂലുള്ളാഹി കാത്തു നിൽക്കുന്നത്? അബൂ സുഫിയാനെ. അബൂ സുഫിയാൻ ഇപ്പോൾ ഇവിടെ ഉണ്ട്. യുദ്ധ വഴി മക്കത്തേക്ക് വിട്ട് കഴിഞ്ഞു, പരിധി വിട്ടു, എന്നെ റസൂലുള്ളാഹിക്ക് കിട്ടൂല. ഇപ്പുറത്തുനിന്നോ അബൂജഹൽ 1000-ഓളം വരുന്ന പട്ടാളക്കാരെയും കൊണ്ട് യുദ്ധത്തിന് വേണ്ടി പോന്നു. റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും ഇതൊന്നും അറിയുന്നില്ല. അവർ നേരെ ചൊവ്വയുള്ള ആയുധം പോയി വെല്ലാണ്ട് റമദാൻ 16-ൻ്റെ അന്ന് നല്ല ഭക്ഷണമില്ലാതെ കച്ചവട സംഘം വരും. 40 ആളേ ഉള്ളൂ, പിടിക്കണം, വലിയ സ്വത്തമൊക്കെ കിട്ടും, മദീനത്തേക്ക് പോകണം, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും എന്നുള്ള ആശയിലും ആവേശത്തിലും അതും കാത്തു നിൽക്കുക. നമുക്ക് നാളെ പറയാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അള്ളാഹു പാഠം ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. യാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്നോട്